ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും മിൽക്കായോടൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കണം. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒരു കുഞ്ഞുവാവ ഉടനെ തന്നെ വരും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് മോരും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എടുത്തു. നല്ല പെയിൻ ഉണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ കൊണ്ടുപോവുകയാണ് ഏതായാലും. അങ്ങനെ അച്ചായനും പിള്ളേരും ഒക്കെ കുരിശിൻ്റെ വഴി കൂടാൻ വേണ്ടിയിട്ട് അവർ പോയി. ഞാൻ ചെന്നപ്പം കാണുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനാണ് കേട്ടോ. ഭയങ്കര വേദനയെന്ന് പറഞ്ഞാൽ പെയിൻ സ്റ്റാർട്ടായിട്ട് ഒരു മണിക്കൂറോളമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ കഴിക്കണ്ട, ഞാൻ വാരിത്തരാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കുറച്ച് വാരിയൊക്കെ കൊടുത്തു, കഴിച്ചില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം നമുക്കൊരു ബേബി ബോയ് ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച ജെറിൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നൈറ്റ് സ്റ്റേ ഒന്നുമില്ല. ആരാണോ കൂടെ നിൽക്കുന്നത് അവർ രാത്രിയാകുമ്പം തിരിച്ചു പോരണം. പിന്നെ നമ്മളുടെ ഈ ഫുഡൊന്നും ഹോസ്പിറ്റലിലോട്ട് കൊടുത്തു വിടാൻ പറ്റത്തില്ല. പറ്റും, പക്ഷേങ്കിൽ അവർക്ക് അവിടെ കൊടുക്കുന്ന ഫുഡായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ ഒത്തുപോകുന്നത്. കംഫർട്ടബിളായിട്ടുള്ള ഫുഡായിരിക്കും അത്. അപ്പം അങ്ങോട്ട് ഇതൊന്നും കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് രാവിലെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെയും അവളെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു, കുഞ്ഞിനെയൊക്കെ കണ്ടു. അപ്പം രണ്ടുപേര് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കാപ്പി കുടിച്ചു. അപ്പോഴാണ് അടുത്ത ആളും കൂടെ അന്നേരം എഴുന്നേറ്റ് വന്നത്. അവൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ബർഗറോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു വിട്ടാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ബർഗറൊക്കെ പാക്ക് ചെയ്ത് ജെറിനപ്പോഴത്തേക്ക് പോകാനൊക്കെ ഇറങ്ങി. പിന്നെ നാളെ ഈസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നാളത്തേക്കിനെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാനുണ്ട്. ഇച്ചിരി തിരക്കാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ വരും കേട്ടോ, ഓരോ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ. ഇത് പിന്നെ ഞാൻ ട്യൂണ സ്റ്റേക്സ് ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചതാണ്. നല്ല പീസാണ് കേട്ടോ. ഒരു പാക്കറ്റ് 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൽ 3-4 ഇങ്ങനെ അതായത് വാക്വം പാക്ക് ചെയ്ത കഷ്ണങ്ങൾ കാണും. നമുക്കത് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ചെറുതാക്കി എടുക്കാം. അപ്പം എനിക്ക് ഇന്നേ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചാലേ നാളത്തേക്കിന് ഈസി ആവത്തുള്ളൂ. അപ്പം ഞാൻ മീൻകറിക്ക് എല്ലാം റെഡിയാക്കി. പിന്നെ നമുക്ക് ഇച്ചിരി ബീഫ് വറുത്ത് ഇതിന് തലേദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നുകൂടെ മൂപ്പിച്ചെടുക്കണം. ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. അപ്പം ഈസ്റ്ററിൻ്റെ അന്ന് നമുക്ക് ഈ കപ്പയും ചിക്കൻ കറിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ബീഫിൻ്റെ കുറച്ചെടുത്ത് നമ്മൾ ആർക്കെങ്കിലും ബീഫ് കറി വേണമെങ്കിൽ അതും കൂടെ റെഡിയാക്കി. അപ്പം ഞാൻ പുറത്ത് നല്ല മഴയുള്ള ദിവസമാണ്. കോഴികളെല്ലാം നനഞ്ഞിട്ട് വന്ന് സൈഡിൽ നിൽക്കുകയാണ്. ഇനിയിപ്പം അവരുടെ കൂടൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് അവർക്ക് ഇനി അകത്ത് കയറി പോകണം. പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ആരും വീട്ടിൽ കാണത്തില്ല, ഞാനും പിള്ളേരും മാത്രമേ കാണത്തുള്ളൂ. ജെറിൻ ഹോസ്പിറ്റലിലോട്ട് പോകും, അച്ചായന് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ തന്നെ ഈസ്റ്ററിൻ്റെ മാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോകണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് പണികളെല്ലാം പെട്ടെന്ന് തീർക്കണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, കഴുകിയ പാത്രങ്ങൾ എടുത്തു വെക്കാനുണ്ടായിരുന്നു, കുറച്ച് തുണികളൊക്കെ കഴുകാനിടാനുണ്ടായിരുന്നു. അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. അപ്പോഴാണ് അന്നക്കുട്ടി വന്നിട്ട് എനിക്കൊരു അപേക്ഷ സമർപ്പിച്ചിട്ട് പോയത്. ചേട്ടന്മാരുടെ നിന്ന് റിമോട്ട് മേടിച്ച് നെക്സ്റ്റ് അവളുടെ ടേൺ ആവണം, അവളുടെ കൈ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു സിനിമ ഏഷ്യാൻ മൂവീസിൽ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സമയം പോയ വഴി അറിഞ്ഞേയില്ല കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണവും കഴിച്ചു. അങ്ങനെ ഞാൻ ധൃതി വെച്ച് അവിടെ പണി ചെയ്യുന്ന സമയത്ത് ആരാണോ അടുക്കളയിൽ വരുന്നത് അവർ പെട്ടുപോകും കേട്ടോ. അവർക്ക് എന്തെങ്കിലും പണി കിട്ടും. അങ്ങനെ വന്ന് പെട്ടുപോയ ഒരാളാണ് ദേ ഇവിടെ നിന്ന് മുളകിൻ്റെ ഞെടുപ്പ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം തോന്നി, എന്നാലും വെറുതെ വിടാൻ തോന്നിയില്ല. പിന്നെ കുറച്ച് പണികളും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പള്ളിയിൽ പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷായി. പിള്ളേരോടും പറഞ്ഞു പെട്ടെന്ന് കയറി കുളിക്കാനെന്നൊക്കെ. എന്നിട്ട് അവരും റെഡിയായി. അന്നേരത്തേക്ക് അച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പള്ളിയിലോട്ട് പോയി. ഒരു 5 മിനിറ്റ് വൈകിപ്പോയി. എന്നാൽ വൈകിപ്പോയത് ഗുണമുള്ളൊരു കാര്യമായിപ്പോയെന്ന് പിന്നെയും മനസ്സിലായത്. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഈ പുറത്തിങ്ങനെ തീ കത്തിച്ചിട്ട് ഒരാൾ ആ തീപ്പന്തത്തിൽ നിന്ന് തീ ഇങ്ങനെ ഉള്ളിൽ അച്ഛൻ്റെ ഒരു തിരിയിലോട്ട് പകർന്നു കൊടുക്കും കേട്ടോ. ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടുത്തെ ഈസ്റ്റർ മാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഈസ്റ്റർ മാസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ. പിന്നെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ആ സമയത്തേക്കിന് ജെറിനും എത്തിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കപ്പയ്ക്ക് ഇച്ചിരി അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കണമായിരുന്നു. അച്ചായൻ അതൊക്കെ ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ നോയമ്പ് വീടാനുള്ള വിഭവങ്ങൾ. പ്ലേറ്റും കറിയും കൂട്ടാനും എല്ലാം നമ്മൾ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ 50 നോയമ്പ് നമ്മൾ ഒരു തടസ്സവുമില്ലാതെ സക്സസ്ഫുള്ളി വീടിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും മേശയ്ക്ക് ചുറ്റിനും ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് ബൈ ഫ്രം ലിജി. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ.